വിഷൻ 2031 എന്നുള്ള ഈ ഒരു നാഷണൽ കോൺഫറൻസ് ഈ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് മാറുകയും കേരളം നമ്പർ 1 ആണ്, കേരളത്തിലേക്ക് നോക്കൂ എത്ര ഡെവലപ്ഡ് ആണ് നമ്മുടെ ഈ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മന്ത്രി പ്രസംഗിച്ചത് കോൺഗ്രസിന് ഒരുപാട് തലവേദനയായിരുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, കാരണം കോൺഗ്രസും ഒരുപാട് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരുപാട് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ. കാരണം പിണറായി വിജയൻ എന്ന ഇച്ഛാശക്തിയുള്ള നേതാവ് കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളെ നമുക്ക് ഒരു കാരണവശാലും കുറച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കേരളത്തിലെ IT രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, കേരളത്തെ തൊഴിൽ രംഗത്ത് കൊണ്ടുവരേണ്ട പുത്തൻ ആശയങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെക്കുറിച്ച്, നമ്മുടെ ഫിഷറീസ് മേഖലയെക്കുറിച്ച്, മലയോര മേഖലയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ വല്ലാർപാടം എടുത്ത് നോക്കിക്കോളൂ, കണ്ണൂർ എയർപോർട്ട് എടുത്ത് നോക്കിക്കോളൂ, കൊച്ചി മെട്രോ എടുത്ത് നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള എല്ലാ വൻകിട പദ്ധതികളുടെയും ഒരു ഫൈനൽ എക്സിക്യൂഷൻ നടത്തുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് LDF സർക്കാരാണ്. ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇപ്പോഴും ശബരിമല ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഞങ്ങളുടെ MP യെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ UDFനെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊരു മര്യാദയായിരുന്നു. പക്ഷെ ഇതല്ലല്ലോ. ഇത് ആ പരിപാടി എങ്ങനെ പൊളിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അയ്യപ്പ സംഗമത്തിലൊക്കെ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന പൈസയൊക്കെ തിരിച്ച് സ്പോൺസർ പൈസ തന്ന സമയത്ത് അവിടെ തിരിച്ചടച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ വിവാദങ്ങളൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 9 മുഖ്യധാരാ മാധ്യമങ്ങൾക്കായിട്ട് സുനിൽ കനകർ വിതരണം ചെയ്തിരിക്കുന്നത് 30 കോടി രൂപയാണെന്ന്. നമസ്കാരം. വിഷൻ 2031 വികസനവും ജനാധിപത്യവും എന്ന ഒരു കണ്ടന്റിൽ ഈ നിയമസഭയിൽ ഒരു സെമിനാർ നടക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ വിഷൻ 2031, എന്താണ് വികസനവും ജനാധിപത്യവും എന്നുള്ള സെമിനാർ? ഈ വിഷൻ 2031 വികസനവും ജനാധിപത്യവും ഇത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നാഷണൽ കോൺഫറൻസ് ആണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ, അതിനോടുള്ള പുതിയ ടെക്നോളജികൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിബേറ്റുകളും എക്സ്പീരിയൻസുകളുമായിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യപ്പെടുക. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. ഇതിപ്പോൾ ഈ ഒരു വിഷൻ 2031 എന്നുള്ള ഈ ഒരു നാഷണൽ കോൺഫറൻസ് ഈ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് മാറുകയും പ്രതിപക്ഷത്തിന് അത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല മണിശങ്കർ അയ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കോൺഗ്രസിനകത്തെ ബുദ്ധിജീവികളിൽപ്പെട്ട ഒരാളാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത്. അപ്പൊ മണിശങ്കർ അയ്യറൊക്കെ ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് മണിശങ്കർ അയ്യർ കേരളത്തിന്റെ വികസനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാലത്തെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് KC വേണുഗോപാൽ സംഘടിപ്പിച്ച ഒരു എക്സലൻസ് അവാർഡ് ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് ഉണ്ടായിരുന്നു. ഈ എക്സലൻസ് അവാർഡിൽ തെലങ്കാനയിലെ ഒരു മന്ത്രി, അത് ഏത് മന്ത്രിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പേര് ഓർക്കുന്നില്ല, ആ മന്ത്രി ആലപ്പുഴയിൽ വന്നിട്ട് കേരളം നമ്പർ 1 ആണ്, കേരളത്തിലേക്ക് നോക്കൂ എത്ര ഡെവലപ്ഡ് ആണ് നമ്മുടെ ഈ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മന്ത്രി പ്രസംഗിച്ചത് കോൺഗ്രസിന് ഒരുപാട് തലവേദനയായിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ ഒരു നാഷണൽ കോൺഫറൻസിൽ, അതായത് വികസനവും ജനാധിപത്യവും എന്നുള്ള ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് കേരളത്തിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഭവിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മണിശങ്കർ അയ്യർ സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയ തിരിച്ചടിയാണ്. അതേസമയം തന്നെ നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം കോൺഗ്രസും ഒരുപാട് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരുപാട് കോൺക്ലേവുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ. വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള കോൺക്ലേവുകളൊക്കെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDFും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ ഒരു നാഷണൽ കോൺഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത് നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. നമ്മൾ ഇതിനകത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നോബൽ ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള പ്രൊഫസർ അമർത്യ സെൻ, ചരിത്രകാരി റോമില ഥാപ്പർ, ചരിത്രകാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ലോകം അറിയപ്പെടുന്ന ഒരാളാണ് അവര്. അതുകൂടാതെ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, കനിമൊഴി MP, പോഷകാഹാര വിദഗ്ധ ശകുന്തള തിൽസ്തേത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി കൂടിയാണ് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള.
ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ. അപ്പോൾ അവർ കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് കനിമൊഴിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കനിമൊഴിയെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ അമർത്യ സെന്നിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറയുന്ന പോലെയല്ല. കാരണം പിണറായി വിജയൻ എന്ന ഇച്ഛാശക്തിയുള്ള നേതാവ് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികളെ നമുക്ക് ഒരു കാരണവശാലും കുറച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഒരുപാട് വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിലെ, പ്രവൃത്തി രീതിയിലെ, ബിഹേവിയറിലെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെ ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. ഇത് കൂടാതെ തന്നെ ഈ അമർത്യ സെന്നും റോമില താപ്പറും ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തരത്തിലും ഇതിനെ എതിർക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം ഇത് പ്രതിപക്ഷമായാലും NDA ആണെങ്കിലും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഇവിടെ സംവദിക്കപ്പെടണം. അങ്ങനെ സംവദിക്കപ്പെടുന്നിടത്താണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത്. എനിക്ക് തോന്നുന്നില്ല ആസൂത്രണ ബോർഡ് തീർച്ചയായിട്ടും ഇവരെ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ മറ്റ് BJPയുടെ MPമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ നടക്കേണ്ടത് ആശയ സംവാദങ്ങളാണ്. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കേരളത്തിലെ IT രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, കേരളത്തെ തൊഴിൽ രംഗത്ത് കൊണ്ടുവരേണ്ട പുത്തൻ ആശയങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയെക്കുറിച്ച്, നമ്മുടെ ഫിഷറീസ് മേഖലയെക്കുറിച്ച്, മലയോര മേഖലയെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. പുതിയ റോഡുകളെക്കുറിച്ച്, പുതിയ പദ്ധതികളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് ഈ വിഷൻ 2031 എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രതിപക്ഷം ഒരു തീരുമാനം എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെടുത്തിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ജനാധിപത്യം എന്നുള്ള ഒരു വാക്കാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ നിലവിൽ ജനാധിപത്യത്തെ കൊലപ്പെടുത്തി കശാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ജനാധിപത്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടും പ്രതിപക്ഷത്തിന് അവിടെ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രീതിയിൽ കേരളത്തിലും ഇന്ത്യയിലും ഇനിയൊരു തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ എന്നുള്ളതാണ്. രണ്ടാമത് എന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അമർത്യ സെന്നിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ വരുമ്പോൾ, അവർ ഈ പരിപാടികളിലേക്ക് ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗമന മേഖലയെക്കുറിച്ച് അവർക്കും ഒരുപാട് കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനുണ്ടാകും. ഇനി വരാനിരിക്കുന്നത് ഒരുപക്ഷെ UDFന്റെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒരുപക്ഷെ അമർത്യ സെന്നിനെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ നൽകാൻ കഴിയും. അതിനെ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു അവസരവും അവിടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജനാധിപത്യവും വികസനവും എന്ന് പറയുമ്പോൾ തന്നെ അത് UDFനെ സംബന്ധിച്ചിട്ട് എന്തോ അലർജി ഉള്ള മാതിരി എനിക്ക് തോന്നുന്നു. കാരണം ഒരു കാര്യം UDFകാർ മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് BJP ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ വികസിത കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സ്വീകാര്യതയുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞത് വർഗീയതയല്ല ആ സമയത്ത് പറഞ്ഞത്. അതാണ് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലുള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്. കാരണം വർഗീയതയെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതിന് തെളിവ് കൂടിയാണ് ഈ പറഞ്ഞ വികസിത കേരളം എന്ന BJPയുടെ പരിപാടി. എന്ന് വിചാരിച്ച് BJP പറയുന്ന വർഗീയതയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതുകൂടാതെ തന്നെ ഈ വികസനത്തെക്കുറിച്ച് പറയുന്നിടത്ത് നിന്ന് എന്തിനാണെന്ന് UDF മാറി നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യാനുള്ള അവസരമാക്കി മാറ്റിക്കൂടെ ഈ ഒരു നാഷണൽ കോൺഫറൻസിനെ? അത് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ UDF നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പദ്ധതികളുടെ തറക്കല്ലിടിയിൽ മാത്രമാണ് പലപ്പോഴും UDF സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിന് ഒരു അപവാദം എന്ന് പറയാൻ വേണ്ടി സാധിക്കുക കലൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാത്തിൻ്റെയും തറക്കല്ലിടിയിൽ നടത്തുന്നത് UDF ആണെങ്കിലും അതിൻ്റെ ഒരു എക്സിക്യൂഷനും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നതും എപ്പോഴും LDF സർക്കാരായിരിക്കും. ഇപ്പോൾ വല്ലാർപാടം എടുത്ത് നോക്കിക്കോളൂ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം എടുത്ത് നോക്കി, കണ്ണൂർ എയർപോർട്ട് എടുത്ത് നോക്കിക്കോളൂ, കൊച്ചി മെട്രോ എടുത്ത് നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള എല്ലാ വൻകിട പദ്ധതികളുടെയും ഒരു ഫൈനൽ എക്സിക്യൂഷൻ നടത്തുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുള്ള
LDF സർക്കാരാണ്. കാരണം ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പദ്ധതിയെ സംബന്ധിച്ചിട്ട് ആ പദ്ധതിയുടെ അപ്രൂവൽ മേടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു കഴിവ് തന്നെയാണ്, അതിനൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു എക്സിക്യൂഷൻ ഉണ്ട്. ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ എന്തോ ഈ വികസനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അലർജിയാണ്. ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇപ്പോഴും ശബരിമല ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ വർഗീയമായിട്ടുള്ളൊരു ധ്രുവീകരണം ഉണ്ടാക്കി അത് ഇലക്ഷനിൽ പ്രതിഫലിക്കണം എന്ന് മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതല്ല എങ്കിൽ ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാർ മുൻപോട്ട് വരികയാണ് വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസ്ഥാനത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വികസനവും ജനാധിപത്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കണ്ടന്റ് അല്ലത്. കാരണം ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് വികസനം എന്ന് പറയുന്നത്. ജനാധിപത്യ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ കാര്യശേഷിക്കനുസരിച്ചിട്ടാണ് ആ നാടിന്റെ വികസനം ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം പൊതുജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട്. അപ്പം ഈ വികസനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒരു സർക്കാർ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ സർക്കാർ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തിനാണ് പ്രതിപക്ഷം ഒരു അസഹിഷ്ണുത കാണിക്കുന്നത്? മണിശങ്കർ അയ്യർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്ന് കരുതി എന്താണ് പ്രശ്നം? ഒരുപക്ഷെ ശശി തരൂർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്ന് കരുതി എന്താണ് പ്രശ്നം? ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള MP അല്ലേ? അപ്പൊ ശശി തരൂരിനെ ഈ ആസൂത്രണ ബോർഡ് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ ഈ ശശി തരൂർ ഇപ്പോൾ പങ്കെടുക്കണമെന്നേ? ശശി തരൂർ അവിടെ കോൺഗ്രസിന്റെ ആശയങ്ങൾ പങ്കുവെക്കണമെന്നേ? ശശി തരൂറിന് കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയണമെന്നേ? ലോകം കണ്ട മനുഷ്യനല്ലേ ശശി തരൂർ? എന്തിനാണ് ഭയക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഒരു പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പറയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം ഈ ഒരു കോൺഫറൻസിൽ ലഭിക്കുന്നില്ല. അതൊരു പ്രതിപക്ഷ പ്രവർത്തനമാണ്. അതായത് കോൺഗ്രസിന് ഞങ്ങളുടെ MP-യെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ UDF-ന് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരെ വിളിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊരു മര്യാദയായിരുന്നു. പക്ഷെ ഇതല്ലല്ലോ. ഇത് ആ പരിപാടി എങ്ങനെ പൊളിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അമർത്യ സെന്നൊക്കെ വന്ന് കോൺഫറൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് സംസ്ഥാനത്തിന് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയാമോ? അതായത് വിദേശ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പൊ അമർത്യ സെന്നിന്റെ ഒക്കെ ഒരു ക്ലാസ്സിലിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ കൊതിച്ചിട്ടുണ്ട്, ഒരു സെമിനാർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആള് കേരള സംസ്ഥാനം സംഘടിപ്പിക്കുന്ന ഒരു നാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് അത് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ടൊരു അവസരം കൂടിയല്ല ഉണ്ടാകുന്നത്. സാമ്പത്തിക വിദ്യാർത്ഥികൾക്കൊക്കെ ഇതൊരു വലിയൊരു കണ്ടന്റ് അല്ലേ? ഇത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ? ഇത് അവസരം കൂടിയാണ്. അതുപോലും മനസ്സിലാക്കാതെ ഈ സംസ്ഥാന സർക്കാരിന്റെ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അതിനെ എതിർക്കുക, അതിനുശേഷം ശബരിമലയെക്കുറിച്ച് പറയുക, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുക, അയ്യപ്പ സംഗമത്തിൽ അതുണ്ടെന്ന് പറയുക. അയ്യപ്പ സംഗമത്തിലൊക്കെ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന പൈസയൊക്കെ തിരിച്ച് സ്പോൺസർ പൈസ തന്ന സമയത്ത് അവിടെ തിരിച്ചടച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ വിവാദങ്ങളൊക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ 9 മുഖ്യധാരാ മാധ്യമങ്ങൾക്കായിട്ട് സുനിൽ കനകർ വിതരണം ചെയ്തിരിക്കുന്നത് 30 കോടി രൂപയാണെന്നേ. അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അത് മനസ്സിലാക്കാനായിട്ട് എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതുപോലെയുള്ള വികസനത്തെ സംബന്ധിച്ചിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു നയം രൂപവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനം പോലും നിങ്ങളെ വെറുത്തു തുടങ്ങും എന്നുള്ള കാര്യം ആലോചിക്കുക. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പ്രഥമ പരിഗണന എന്നുള്ളൊരു കാര്യം നേതാക്കന്മാർ മറന്നുപോകരുത്. അതല്ലാതെ ഇത്രയും നല്ല ഒരു പരിപാടി സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന സമയത്ത് അതിനെ പാരവെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദേശ നിക്ഷേപങ്ങൾ വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു MP-യാണ് കനിമൊഴി. അത് കൂടാതെ തന്നെ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് കനിമൊഴി എന്ന് പറയുന്നത്, അവരുടെ സഹോദരിയാണ്. അപ്പോൾ ആ കനിമൊഴിയെ സംബന്ധിച്ച് ആ തമിഴ്നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ വികസന പദ്ധതികളെക്കുറിച്ചും അതിന്റെ ഫണ്ട് സോഴ്സിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? അവരത് സംസാരിക്കുന്ന കേരളത്തിന് ഗുണം ചെയ്യത്തില്ലേ? അത് മനസ്സിലാക്കാതെയാണ് വികസിതം 2030 എന്നുള്ളൊരു പ്രോഗ്രാമിനെ അങ്ങോട്ട് കണ്ണടച്ച് എതിർക്കുക. അതിനുശേഷം വരാൻ പോകുന്ന മുഖ്യാതിഥികൾക്കെല്ലാം കത്തയക്കുക, നിങ്ങളാരും ഈ പരിപാടിയിൽ വരരുത്, വന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രൊമോഷനായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞാൽ ഇനിയും 2 മാസം കൂടെ ഇല്ലേ സർക്കാർ? മെയ് മാസം വരെ ഈ സർക്കാരിന് കാലാവധി ഉള്ളതല്ലേ? കാരണം ഇത്രയും നാൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് ചർച്ചയാവുന്നതിനെ എന്തിനാണെന്ന് UDF ഭയക്കുന്നത്? ചർച്ച ചെയ്യപ്പെടട്ടെ.
24 മണിക്കൂറും ശബരിമല മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ 24 മണിക്കൂറും അയ്യപ്പ സംഗമത്തിൽ അഴിമതി അത് മാത്രം ചർച്ച ചെയ്താൽ മതിയോ? ട്രോളുകൾ മാത്രം വിതരണം ചെയ്യാനുള്ള ആളുകളാക്കിയിട്ട് ഇവിടുത്തെ യുവാക്കളെ മാറ്റണോ? അല്ലെങ്കിൽ റീൽസ് മാത്രം കാണുന്ന ആളുകളായിട്ട് ഇവിടുത്തെ യുവാക്കളെ മാറ്റണോ? അതോ നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്ന, നല്ല നല്ല ഡെസ്റ്റിനേഷൻസിലേക്ക്, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന ഇതുപോലുള്ള കോൺഫറൻസുകളെ എന്തിനാണെന്ന് ഇവരെതിർക്കുന്നത്? ഇവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്.